എന്തായാലും പോലീസ് 2 തവണ അവിടെ തിരഞ്ഞു മടങ്ങുമ്പോഴും നാട്ടുകാർ ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു അയാൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് നാട്ടുകാർ ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. അതനുസരിച്ച് നാട്ടുകാർ കൂടി ഇവർക്കൊപ്പം ഇറങ്ങി തെരച്ചിൽ ആരംഭിച്ചു. അതായത് ഈ സ്ഥലം വളരെ പരിചിതമുള്ള ചില ആളുകൾ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിലാരോ ഈ കാടിനകത്ത് അധികം ആഴമില്ലാത്തൊരു പൊട്ടക്കിണറുണ്ടെന്നും ഒരുപക്ഷെ അതിനകത്ത് ഇയാൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നും പോലീസിനോട് പറയുന്നത്. അങ്ങനെ നാട്ടുകാരാണ് അവിടെ പോയി ആദ്യം ഈ കിണറിനുള്ളിൽ പരിശോധിക്കുന്നത്. ആ സമയത്താണ് അർദ്ധനഗ്നനായ നിലയിൽ, അതായത് ഷർട്ട് ധരിക്കാതെ പാന്റ് മാത്രം ധരിച്ച് ഒരു മനുഷ്യനെ ഈ കിണറിനുള്ളിൽ കാണുന്നത്. മാത്രമല്ല തൊട്ടു പിന്നാലെ ഇയാളെ ഇടത് കൈ അറ്റ നിലയിലുള്ളൊരു മനുഷ്യനാണ്. അതോടുകൂടി അത് ഗോവിന്ദച്ചാമി തന്നെ എന്ന് ഉറപ്പിച്ചു. അതോടെ ആളുകൾ ആർത്തട്ടഹസിച്ചു. ഗോവിന്ദച്ചാമിയെ കണ്ടുകിട്ടി എന്ന് പറഞ്ഞ് ഗോവിന്ദച്ചാമി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ ആളുകൾ വലിയ ഒച്ചത്തിൽ കൂകി അട്ടഹസിച്ചു. അതോടുകൂടി പോലീസ് ആ ഭാഗത്തേക്ക് ഓടിയെത്തി. പോലീസും നാട്ടുകാരും കൂടി ചേർന്നാണ് ഈ കിണറിനകത്ത് നിന്ന് ഇയാളെ തൂക്കിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ പുറത്ത് എത്തിച്ച ഉടൻ തന്നെ പോലീസ് ഇയാളെ പിന്നിലേക്ക് കൈകെട്ടി ഉടൻ തന്നെ അവിടെ നിന്ന് റോഡിലെത്തിച്ചു. റോഡിൽ നിന്ന് വാഹനത്തിൽ കയറ്റി ഇപ്പോൾ ടൗൺ സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു. സ്വാഭാവികമായും നാട്ടുകാർ രോഷത്തിലായിരിക്കുമല്ലോ. നാട്ടുകാർ എങ്ങനെയാണ് ഗോവിന്ദച്ചാമിയെ കണ്ടപ്പോൾ പ്രതികരിച്ചത്? നാട്ടുകാരുടെ പ്രതികരണം അത്ര നല്ലതായിരുന്നില്ല. കാരണം നേരത്തെ തന്നെ ഇവിടെ ആളുകള് ഗോവിന്ദച്ചാമിക്ക് നേരെ വലിയ തോതിലുള്ള പ്രതിഷേധം ആളുകളുടെ ഭാഗത്തുനിന്ന് ഇയാളെ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ആളുകൾ വലിയ രോഷാകുലരായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അയാളെ കൈ കിട്ടിയ വെറുതെ വിടരുത് എന്ന തരത്തിൽ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. പിന്നാലെയാണ് ഗോവിന്ദച്ചാമിയെ പിടികൂടുന്നത്. ഗോവിന്ദച്ചാമിയെ പിടികൂടുന്ന സമയത്ത് ആളുകൾ അയാളുടെ മുഖത്തടിക്കുകയും അയാൾ ആർത്ത് വിളിക്കുകയും തൂക്കി വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും പോലീസിനെ സംബന്ധിച്ചത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. കാരണം പോലീസ് അവിടെ നിന്ന് അയാളെ വളരെ തന്ത്രവും അയാളെ അവിടെ നിന്ന് മാറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരു ജനക്കൂട്ടത്തിനിടയിലേക്ക് അയാൾ എത്തിയാൽ ഒരുപക്ഷെ അയാളെ തിരികെ കിട്ടാൻ പോലുമുള്ള സാധ്യതയില്ല. അത്ര വലിയ അക്രമം അയാൾക്ക് നേരെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതിയാണ്, വളരെ ശ്രമകരമായാണ് അയാളെ ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ ഗോവിന്ദച്ചാമിയെ പിടികൂടിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെയാണ് ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ വലിയ മതിൽ ചാടിക്കടന്ന് പുറത്തെത്തിയത്. തുടർന്ന് നേരത്തെ ഉടുത്തിരുന്ന കറുത്ത ഷർട്ട് മാറ്റി വെളുത്ത ഷർട്ട് ധരിക്കുകയും അങ്ങനെ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. കണ്ണൂർ DCC ഓഫീസിന് മുന്നിലെ CCTVയിൽ ഗോവിന്ദച്ചാമി നടന്നു പോകുന്ന ദൃശ്യം പതിഞ്ഞു. ദൃശ്യത്തിൽ വെളുത്ത ഷർട്ടിട്ട് തലയിൽ ഒരു ഭാണ്ഡവും പേറി ഇടത്തെ കൈകൊണ്ട് ആ ഭാണ്ഡത്തിൽ പിടിച്ചുകൊണ്ട്, അതായത് മുറിഞ്ഞ കൈകൊണ്ട് ആ ഭാണ്ഡത്തിൽ പിടിച്ചുകൊണ്ടാണ് ഗോവിന്ദച്ചാമി നടന്നു നീങ്ങുന്ന ദൃശ്യം കണ്ടത്. ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ നാട്ടുകാർ ഗോവിന്ദച്ചാമിയെ കാണുകയും ആരാണ് എന്ന് അന്വേഷിച്ചപ്പോൾ ഗോവിന്ദച്ചാമി കാട്ടിലേക്ക് ഓടിമറയുകയും ചെയ്തു. ഇതാണ് പോലീസിന് തുമ്പായത്. പോലീസ് ഇതേ തുടർന്ന് മറ്റിടങ്ങളിലെ പരിശോധന തുടരുമ്പോൾ തന്നെ ഇവിടെ അരിച്ചുപെറുക്കിയുള്ള പരിശോധനകൾ നടത്തി. കൂടെ നാട്ടുകാരും കൂടി. അങ്ങനെ ഈ കാട്ടിനകത്തെ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൻ്റെ അരികിലുണ്ടായിരുന്ന കിണറിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഗോവിന്ദച്ചാമി കിണറിനകത്ത് ഒളിച്ചിരിക്കുന്നതായി കണ്ടത്. തുടർന്ന് ഗോവിന്ദച്ചാമിയെ നാട്ടുകാരുടെയും സഹായത്തോടെ പോലീസ് പുറത്തെത്തിക്കുകയായിരുന്നു. ഇപ്പോൾ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലാണ് ഗോവിന്ദച്ചാമി ഉള്ളത്. ഇനി കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇനി വരാനുള്ളത് വലിയ അന്വേഷണമാണ്. കാരണം ഗോവിന്ദച്ചാമി എങ്ങനെ കണ്ണൂർ ജയിൽ ചാടി എന്നുള്ളതാണ് ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഇരുമ്പഴി മുറിച്ചാണ് അദ്ദേഹം സെല്ലിന് പുറത്തു കടന്നത് എന്ന് പറയുന്നു. ഇരുമ്പഴി മുറിച്ചാണ് ഗോവിന്ദച്ചാമി സെല്ലിന് പുറത്ത് കടന്നത്. അതിനുശേഷം ആ വലിയ മതിൽ ചാടിക്കടക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ CCTV ഉണ്ട്, അവിടെ വലിയ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്, കാവലുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ എന്നിട്ടും ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന കൊടും കുറ്റവാളി എങ്ങനെ ജയിൽ ചാടി എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. ആരുടെ സഹായമാണ് ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചത്? ഇരുമ്പഴി മുറിക്കാനുള്ള ആയുധം ഗോവിന്ദച്ചാമിക്ക് എവിടെ നിന്ന് ലഭിച്ചു തുടങ്ങിയ വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ജയിൽ DIG ഇന്ന് സ്ഥലത്തെത്തുന്ന ദിവസം തന്നെയാണ് ഗോവിന്ദച്ചാമി അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ജയിൽ ചാടിയത് എന്നുകൂടി പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്.